ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് അബുദാബിയിലേക്ക് പോവാണ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്. ഞാനും മക്കളും. ആള് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫാമിലിക്ക് ഫ്രീ ഉണ്ട്. മെയിനായിട്ട് അതാണ് കാരണം പോവാനായിട്ട്. അങ്ങനെ ഞാൻ തലേദിവസം തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ സുഫിനും ദിയാപ്പിനൊന്നും അധികം വിളിച്ച് ബുദ്ധിമുട്ടുണ്ടോന്ന് വന്നില്ല. ഉറക്കത്തിന്ന് വേഗം ഒരു വിളിക്ക് തന്നെ രണ്ടാളും എനിക്ക്. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി. റിസുവിനെ തലേദിവസം തന്നെ ഡ്രസ്സൊക്കെ ഇടിച്ച് കിടത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഉറക്കത്തിന്ന് എണീക്കുമ്പോൾ ഭയങ്കര വാശിയായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടെത്തി. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. റെയ്സുവിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ, അവൻ്റെ സന്തോഷം കാണാനൊക്കെ ആയിട്ട്. റെയ്സു ആദ്യമൊക്കെ കുറച്ച് നേരം അടങ്ങിയിരുന്നു. പിന്നെ ആള് ഇറങ്ങി പണി തുടങ്ങി, ഓട്ടമൊക്കെ തുടങ്ങി. ഭയങ്കര സന്തോഷം. കാണണേലൊക്കെ പിടിച്ച് കേറി നിക്കായിരുന്നു. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. പുറത്ത് വേറെ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ കിടക്കണ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് 2 വട്ടം ഞാൻ പോയോണ്ട് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. പക്ഷെ ഹസ്ബൻഡിനെ കാണാൻ പോകുന്ന സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. എന്നേലും എക്സൈറ്റ്മെന്റ് ഒക്കെ ക്രാങ്കാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ചേച്ചീനെ പരിചയപ്പെട്ടു ട്ടോ. ആ ചേച്ചിക്ക് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ പോണത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതേമാതിരി തന്നെയായിരുന്നു ഞാൻ ആദ്യം പോകുമ്പോഴും. അപ്പോൾ ആ ചേച്ചീനെ ഈ കറക്റ്റ് ഓരോ കാര്യങ്ങൾ അറിയാവുന്ന പോലെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ ഞങ്ങൾ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് സീറ്റിലൊക്കെ ഇരുന്നു. കയറിയ പാടെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെയ്സ് ഉറങ്ങി. എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കൊണ്ടുവന്നു. ഫുഡ് ഞങ്ങൾക്ക് ചിക്കൻ കറിയും റൈസും ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തോരൻ ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, ഒരു ഇഞ്ചിക്കറി, അങ്ങനെ വെള്ളവും. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് റെയ്സ് ഉറങ്ങണോണ്ട് അപ്പോൾ ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റെയ്സിന് കുറച്ച് കഴിഞ്ഞ് പാസ്തയാണ് കിട്ടിയത്. പാസ്ത കൊടുത്തിട്ട് ബാക്കി സൂഫിയാണ് തിന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അബുദാബി എയർപോർട്ടിലെത്തി. ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യണതും വോയിസ് ഒക്കെ കൊടുക്കണതും ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബിസി ആയിപ്പോയി. അബുദാബി ഇപ്പോഴത്തെ പുതിയ എയർപോർട്ട് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം കുറേ നടന്നിട്ടാണ് എമിഗ്രേഷൻ്റെ സെക്ഷനിലേക്ക് എത്തിയത്. റൈസ് ഫ്ലൈറ്റിൽ വെച്ച് ഭയങ്കര ഇടച്ചിലായിരുന്നു. ഒത്തിരി അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒപ്പം ബെൽറ്റ് ഇട്ട് കൂടിയിരുത്താനാണ് ക്യാബിൻ ക്രൂ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവന് ബെൽറ്റ് ഇട്ടിട്ടൊന്നും അവൻ അടങ്ങിയിരിക്കണ്ടായില്ല. ലാസ്റ്റ് ഞാൻ ഗതികെട്ട് ഫോണിൽ കാത്തൂനെ വെച്ച് കൊടുക്കേണ്ടി വന്ന്. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ഫൈനലി ഞങ്ങൾ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.